ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ അടുത്ത് കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കഥകൊക്കെ തുറന്നിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഭയങ്കര കാറ്റും മഴയും എല്ലാം കൂടെ അടിച്ച് പെട്ടെന്ന് കഥകളെല്ലാം അടച്ച് ലൈറ്റൊക്കെ ഇട്ട് കറണ്ട് പോയി. ലൈറ്റ് ഇട്ട് അതുകൊണ്ടാണ് എന്റെ നേഴലൊക്കെ ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പൊ ലൈറ്റൊക്കെ ഇട്ടുണ്ട്. വെളി നല്ല മഴയാണ് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുക്കിംഗ് ഒന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഉള്ളൂ. പിന്നെ അത് ചെറിയ ടിപ്സ് ഉണ്ട് കുക്കിങ്ങിന്റെ ഇതിനകത്തുള്ള. പിന്നെ ഞാൻ നല്ലൊരു ബ്യൂട്ടി ടിപ്സ് ആണ് ഞാൻ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോ വന്നേക്കുന്നത്. റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പാക്കിൻ്റെ ഇത് കൂടെ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി റിസൾട്ടാണ്. എത്ര ഇതായിട്ടുള്ള ഏത് സ്കിന്നുകാർക്കും പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുക. ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചൊന്ന് കാണാൻ മടിക്കരുത്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യുന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് മുട്ട പുഴുങ്ങാനിടുമ്പോൾ. എനിക്കും പറ്റാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം പക്ഷേ അങ്ങനെയില്ല. മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ട് നമ്മൾ ഇച്ചിരി ധൃതി വെച്ച് ചെയ്യുക, ഇച്ചിരി തീ കൂട്ടി കൊണ്ടൊന്ന് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ മുട്ട മൊത്തം പൊട്ടി ആ വെള്ളത്തിനകത്ത് മുഴുവനാകും. പക്ഷേ അങ്ങനെ ആകാതിരിക്കാനായിട്ട് ഒരു ഇത് കണ്ടോ, ഇത് വിനാഗിരിയാണ്. ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചാൽ മതി. ഒരു സ്പൂൺ വേണമെന്നില്ല, ഒരു കുറച്ച് വിനാഗിരി അതിനകത്തേക്ക് ഒരു അര സ്പൂൺ ആണെങ്കിലും മതി. ഒഴിച്ചതിന് ശേഷം നമ്മൾ എത്ര തീ കൂട്ടിയിട്ടാലും ആ മുട്ട പൊട്ടത്തില്ല കേട്ടോ. പൊട്ടിപ്പോകാതെ നല്ല ഇതായിട്ട് കിട്ടും. അപ്പം ഇങ്ങനെ ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വേണ്ട, നല്ലപോലെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. മുട്ടയ്ക്ക് ഒരു കേടുപാടും പറ്റിയിട്ടുമില്ല. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പം അപ്പവും മുട്ടക്കറിയാണേ. അച്ചു ബാ കഴിക്കാം. ഈ ബുക്ക് ആരുടെയാ അച്ചിയുടെ? അതിൻ്റെ ഇവിടെ കിടക്കും. കൊണ്ടുപോകാനുള്ളതാണോ? ഇന്നത്തെ രാവിലത്തെ കുറച്ച് വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാണ്ട് വരുന്നത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ ഞാൻ ഉപയോഗിച്ച് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു ഫേസ് പാക്കും നമ്മുടെ മുഖം വെളുക്കാനും ഒക്കെ ഉള്ളതായിട്ട് നല്ലൊരു പാക്ക് ഞാൻ കണ്ടുപിടിച്ചല്ല കേട്ടോ, വേറെ ആൾ കണ്ടുപിടിച്ചതാണ്. അത് ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒത്തിരി പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അതിന് മുമ്പേ തന്നെ ഞാൻ സംഭവങ്ങളൊക്കെ ഒന്ന് എടുക്കട്ടെ. എല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനാദ്യം വേണ്ടത് ബ്രൂവിൻ്റെ പൊടി വേണം കേട്ടോ. ഇതുപോലത്തെ ഒരു ചെറിയ സാമ്പിൾ പാക്കറ്റ് മതി. ഞാൻ ഇത്തിരി കുറേ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ളത് വരുമ്പോഴും പിന്നെ നമുക്ക് കാപ്പി ഇട്ടെടുക്കാനും എല്ലാം കൂടെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ഒരു പാക്കറ്റ് പൊട്ടിച്ചെങ്ങ് കാപ്പി എടുക്കാനായിട്ട് കിട്ടാൻ മതിയല്ലോ, ഒത്തിരി നമ്മൾ നിൽക്കണ്ടല്ലോ. അപ്പം ഇതിന് പിന്നെ വേണ്ടത് പാല്, വെള്ളം ചേർക്കാത്ത പാല് വേണേ. കവറ് പാലാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ഇവിടെ പശുവും പാലൊന്നും കിട്ടാൻ മാർഗ്ഗമൊന്നും ഇല്ലെന്നേ. അതുകൊണ്ട് നമ്മുടെ കവറ് പാല് കുറച്ച് മതിയേ. നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഞാൻ മുഖം കഴുകിയതാണ്, എന്നാലും നമ്മുടെ മുഖം ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. കുറച്ച് മതി. പിന്നെ ഇതിനകത്തോട്ട് വേണ്ടത് ബ്രൂവിൻ്റെ പൊടി. അപ്പോൾ ബ്രൂവിൻ്റെ പൊടിയും കൂടെ ഇതിനകത്തോട്ട് കുറച്ച് മതി കേട്ടോ, ആവശ്യത്തിനുള്ള മതി. എന്നിട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ചെറിയൊരു പഞ്ഞി, അതായത് കോട്ടൺ തുണിയാണേലും മതി. ഇപ്പം ഞാൻ ഇച്ചിരി പഞ്ഞി ഇരുന്ന് അങ്ങ് എടുത്തു. അപ്പം നമ്മുടെ മുഖമൊക്കെ ഞാൻ കഴുകിയതാണ്. അപ്പം മുഖത്തോട്ട് നല്ലപോലെ ഒന്ന് തേച്ച് ഇതിങ്ങനെ പിടിപ്പിച്ച് വെച്ച് നല്ലപോലെ ഒന്ന് മുഖം മുഴുവൻ തേക്കണം. തേച്ച് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ ചേട്ടനോടൊന്ന് പറയാൻ പോയത്, അവിടെ ഫോണും കൊണ്ട് റൂമിലിരിക്കുന്നത്, ഡോർ അടച്ചിട്ടുണ്ട്, എന്നാലും ഭയങ്കര സൗണ്ട് ഇങ്ങോട്ട് വരുന്നു ഫോണിൻ്റെ. അത് ഇച്ചിരി ഒന്ന് കുറയ്ക്കാമോ എന്ന് ചോദിക്കാൻ പോയതാണ്. ഇതിങ്ങനെ ഒരു 2-4 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണേ. എന്നിട്ട് നമുക്ക് കാണാവേ. ഞാൻ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. മുഖം മുഴുവനും നല്ലപോലെ തേച്ച് ഒന്ന് പിടിപ്പിച്ച് ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉരച്ചെടുത്താൽ മതി. ഇത് ക്ലീൻ ചെയ്ത് വെച്ച് വരാവേ. ഇപ്പം ഞാൻ 5 മിനിറ്റോളം മുഖം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടിട്ട് നല്ലോണം ഒന്ന് തൂത്താക്കിയെടുത്തേ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്കിതൊരു 3 സ്റ്റെപ്പാണ് ഉള്ളത്. 3 സ്റ്റെപ്പ് ചെയ്താലേ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം നമ്മുടെ മുഖം.
ഇനി എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് തുണി ഒത്തിരി വെള്ളം ഇവിടെ എല്ലാം വിടുന്നു. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് അരിപ്പൊടിയാണേ. അരിപ്പൊടിക്കകത്തോട്ട് കുറച്ച് ബ്രൂവിൻ്റെ പൊടി ഇടുക, പിന്നെ തേൻ നമ്മുടെ മുഖത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. മുഖത്തെ ചെറിയ പാടുകളും എല്ലാം പോകാൻ നല്ലതാണ്. എനിക്ക് നീ ഇത് ജയചേച്ചി ചെയ്തിട്ടുണ്ട് കേട്ടോ. ജയചേച്ചി ഇതേ ഫേസ് പാക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. തേനും ഒഴിച്ചു. ഇനി ഇതിലേക്ക് പാല് നമുക്ക് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ളതനുസരിച്ച് പാലെടുക്കണേ. ഇത് മുഖം സ്ക്രബ് ചെയ്യാനായിട്ടാണ്. നമ്മളൊരു 5 മിനിറ്റ് സ്ക്രബ് ചെയ്ത് വെച്ച് പിന്നെ ഇത് മുഖത്തൊരു 10 മിനിറ്റ് വരെ വെച്ചേക്കണം. ഇനി ഇത് മുഖത്തിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാവേ. ഞാനിതിവിടെ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്ന അരിപ്പൊടിയാണ്. അതുകൊണ്ടുണ്ടല്ലോ അതിന് ചെറിയൊരു തരിതരിപ്പുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ. മൂക്കിൻ്റെ കൂടെ നമ്മൾ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണേ. ഇപ്പം ഞാൻ മുഖം ഒരു 5 മിനിറ്റോളം സ്ക്രബ് ചെയ്തേ. ഇനി ഒരു 10 മിനിറ്റ് നമ്മൾ ഈ മുഖത്ത് സ്ക്രബ് ചെയ്തത് തന്നെ ഒരു 10 മിനിറ്റിനകത്തേക്ക് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കണം. നമ്മൾ എടുത്തതിൻ്റെ ബാക്കി പാത്രത്തിലുണ്ടല്ലോ അത്. ഇത് 3 സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കെല്ലാം ഒരു മടി വരും കേട്ടോ. 3 സ്റ്റേജാണല്ലോ, അത്രയും നേരം ഇരുന്ന് ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്ത്. പക്ഷേ ഒരു മടിയും കാണിക്കേണ്ട, എല്ലാവരും ധൈര്യമായിട്ട് ചെയ്തു. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നെറ്റ് ഓണാക്കിയിട്ടൊക്കെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ നേരം എന്തെങ്കിലുമൊക്കെ. ഒത്തിരി ലൂസാക്കി എടുക്കല്ലേ. ഒത്തിരി ലൂസാക്കി എടുത്തതെന്ന് വെച്ചാൽ മുഖത്തൂടെ ഒലിക്കും. പിന്നെ ഞാനിപ്പോൾ കഴുത്തിലോട്ട് ഇടുന്നില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കഴുത്തിനും മുഖത്തിനും 2 കളറാകും. ഞാൻ കഴുത്തിലോട്ട് ചെയ്തില്ല, കാര്യം എൻ്റെ ഈ ചുരിദാറെ മുഴുവനാകും. അതുകൊണ്ടാണ് ഞാൻ കഴുത്തിലോട്ട് ചെയ്യാതിരുന്നത്. അല്ലാത്തപ്പം ചെയ്യുമ്പം ഞാൻ ഒരു പന്ന നൈറ്റി എടുത്തിടും. അന്നേരം നമുക്ക് അതേ പറ്റിയാലും കുഴപ്പമില്ലല്ലോ. മുഖം മുഴുവൻ ഞാൻ തേച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് വരാവേ. ഇത് നമ്മുടെ കണ്ണിൻ്റെ ഇവിടുത്തെ കറുപ്പ് ഒക്കെ പോകാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം. ഇപ്പം നമ്മുടെ ഇത് 10 മിനിറ്റ് ആയേ. 10 മിനിറ്റ് ആയി. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, ഉണ്ടോ? ഞാൻ ഈ മുമ്പ് ചെയ്തതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല കേട്ടോ.
കഴുത്തേലും കൂടി ഇടണം കേട്ടോ, ഇല്ലെങ്കിൽ കഴുത്തിനും മുഖത്തിനും രണ്ടും രണ്ട് കളറായി പോകും. ഞാൻ എൻ്റെ അരിപ്പൊടി ഉണ്ടല്ലോ, തരിതരി പോലുള്ള കൊണ്ടുണ്ടല്ലോ, ഇത് തുണി ഇതുകൊണ്ട് തുടച്ചാൽ തുണിയെ മൊത്തം അരിപ്പൊടിയായിരിക്കും. കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനെ അബദ്ധം പറ്റി. ഞാൻ മുഖം എല്ലാം തുടച്ച് ഇത് കഴുകിയൊക്കെ വെച്ചിരുന്നു, പക്ഷേ എങ്കിൽ ശരിക്കും അരിപ്പൊടി അങ്ങോട്ട് പോയില്ല, തരിതരിയായിട്ടുണ്ടായിരുന്നു. കണ്ടോ, വ്യത്യാസം അറിയാൻ പറ്റുന്നില്ലേ? ഞാൻ മുഖം നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വരട്ടിങ്ങേ. മുഖം എല്ലാം നല്ലപോലെ കഴുകി കേട്ടോ. എന്നിട്ട് നല്ലപോലെ മുഖം എല്ലാം തുടച്ചു. ഇനി നമുക്ക് മുഖത്തിലായിട്ടുള്ളത് ഉണ്ട്, അതിൻ്റെ ആ അരിപ്പൊടിയുടെ ഒരു തുണിയിലുണ്ട്, തരിതിരിതിരിയായിട്ട് വരും. മുഖം നല്ലപോലെ തുടയ്ക്കട്ടെ. മുഖം എല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് ഞാൻ വെള്ളം എല്ലാം തുടച്ചെല്ലാം കളഞ്ഞ് വെച്ച് ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റേജാണേ, ലാസ്റ്റ് മൂന്നാമത്തെ. അപ്പോൾ അത് ഇനി എന്നാക്കി എടുക്കുന്നത് വെച്ചാൽ അലോവേര ജെല്ലാണ്. ഇതുണ്ട്, ഇതുപോലെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേരയാണ്, അതാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ബ്രൂവിൻ്റെ തന്നെ പൊടി. അപ്പോൾ നമ്മൾ ഈ 3 പ്രാവശ്യം ചെയ്യുമ്പോഴും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരാളുള്ളത് ബ്രൂവിൻ്റെ പൊടിയാണ് കേട്ടോ. അത് 3 ഇത് ചെയ്യുന്നതിനകത്ത് നമ്മൾ ബ്രൂവിൻ്റെ പൊടി എടുക്കുന്നുണ്ട്. വേണ്ടേ, ബ്രൂവിൻ്റെ പൊടി എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ മുഖത്ത് ഒരു മസാജാണ് ഇതുകൊണ്ട് കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തു. കറ്റാർവാഴയുടെ ജെല്ലൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ, നമ്മളിത് മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നുള്ളൂ, ഒഴുകി നടന്ന് മസാജ് ചെയ്തോളൂ. ഇനി മുഖത്തൊരു ഒന്ന് മസാജ് ചെയ്യട്ടെ. അപ്പം ഞാനത് നല്ലപോലെ എൻ്റെ മുഖത്ത് തേച്ച് ഇങ്ങനെ നല്ലപോലെ പിടിപ്പിച്ചു കേട്ടോ, കുറച്ചേരം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു. അതിന് ശേഷം ഞാൻ തുടച്ച് കളയാണ് കേട്ടോ. ഞാൻ മുഖം നല്ലപോലെ തുടച്ച് മാറ്റിയതുണ്ട്, സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു കേട്ടോ. നല്ല വ്യത്യാസം വരും കേട്ടോ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ വന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.